വെൽക്കം ടു CMI ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 1900 ടു 1945 ലിറ്ററേച്ചറിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 2ൻ്റെ കണ്ടിന്യൂഷനാണ്. ആദ്യം പറയുന്നത് ഐറിഷ് ലിറ്റററി റിവൈവൽ, അതായത് 19th സെഞ്ച്വറിയുടെ അവസാനത്തിലും 20th സെഞ്ച്വറിയുടെ ആദ്യത്തിലും അയർലാൻഡിൽ നടന്നിട്ടുള്ള ഒരു കൾച്ചറൽ ആൻഡ് ലിറ്റററി മൂവ്മെൻ്റാണ് ഐറിഷ് ലിറ്റററി റിവൈവൽ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഐറിഷ് ലിറ്റററി റിനൈസൻസ് എന്നറിയപ്പെടുന്നത്. അതായത് ഐറിഷ് സാഹിത്യ നവോത്ഥാനം. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ടു റിവൈവ് ആൻഡ് പ്രൊമോട്ട് ഐറിഷ് ലിറ്ററേച്ചർ, ലാംഗ്വേജ്, മിത്തോളജി ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ്. അതായത് ഐറിഷ് സാഹിത്യത്തെയും ഐറിഷ് ഭാഷ, പുരാണങ്ങൾ, സാംസ്കാരിക പാരമ്പര്യങ്ങൾ എന്നിവയെല്ലാം ഒരു പുനർജീവിപ്പിക്കുക, അതുപോലെ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു ഈ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ സാഹിത്യ നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മോഡേൺ ഐറിഷ് ലിറ്ററേച്ചറിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട എയിമാണ്. അതേപോലെ തന്നെ ഒരു ബിൽഡിംഗ് എ സെൻസ് ഓഫ് ഐറിഷ് നാഷണൽ ഐഡൻറ്റിറ്റി ഡ്യൂറിങ് ദ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഐറിഷിൻ്റെ ഒരു ദേശീയ ഐക്യം നിലനിർത്തുക അല്ലെങ്കിൽ രൂപപ്പെടുത്തുക എന്നും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്താണോ ഈ നാഷണാലിറ്റി, അപ്പോൾ അത് സമൂഹത്തിന് മുമ്പിൽ എല്ലാവർക്കും അതിൻ്റെ ഒരു ഊർജ്ജം ലഭിക്കുന്നതിന് വേണ്ടി സാഹിത്യത്തിൽ എന്ത് പങ്കുവഹിച്ചു എന്നുള്ളത് കൂടിയാണ് ഇതിലൂടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പോയട്രി ആൻഡ് കീ തീംസ്. അതായത് ഈ സമയത്തുണ്ടായിട്ടുള്ള കവിതകളും ആ കവിതയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, തീംസ് എന്തെല്ലാമായിരുന്നു. ഇപ്പോൾ ഈ ഒരു നവോത്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ആവിഷ്കാര രൂപം എന്ന് പറയുന്നത് കവിതയാണ്. പോയട്രി ബിക്കം ദ മോസ്റ്റ് പവർഫുൾ വോയിസ് ഓഫ് ദ റിവൈവൽ. അതായത് കവിതയിലൂടെ അവർക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. കവിതയിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കവിതയിലൂടെ അവരുടെ ശബ്ദമുയർത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എഴുതിയിരിക്കുന്ന മിക്ക കവിതകളിലും അവരുടെ ഒരു തീം എന്ന് പറയുന്നത് കെൽറ്റിക് മിത്തോളജിയിൽ നിന്നും ഫോക്ലോർ, ഐറിഷ് ലാൻഡ്സ്കേപ്പ് ആൻഡ് പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഓഫ് റൈസിംഗ് നാഷണലിസം. അതായത് പുരാതന കെൽറ്റിക് പുരാണങ്ങളിലും അതുപോലെ തന്നെ നാടോടി കഥകൾ, ഐറിഷ് ഭൂപ്രകൃതി, അതുപോലെ വർദ്ധിച്ചു വരുന്ന ദേശീയത എന്നിവയിൽ നിന്നെല്ലാം കവികൾ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ആ സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, സെൻട്രൽ തീംസ് ഇൻക്ലൂഡഡ് ഐറിഷ് ഐഡൻറ്റിറ്റി, നാഷണലിസം, കൾച്ചറൽ ഹെറിറ്റേജ്, ലവ്, നേച്ചർ, മെമ്മറി ആൻഡ് ദ സെർച്ച് ഫോർ സ്പിരിച്വൽ മീനിങ്. അപ്പം ഐറിഷിൻ്റെ ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ദേശീയത, സാംസ്കാരികമായ പൈതൃകങ്ങൾ, പ്രണയം, പ്രകൃതി, ഓർമ്മകൾ, ആത്മീയമായ അന്വേഷണം, അങ്ങനെ മിക്ക നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ കവിതയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്നു അല്ലെങ്കിൽ തീമായിരുന്നു. ഇനി പറയുന്നത് ഏതെല്ലാം കവികളാണ് ഇവിടെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഐറിഷ് ലിറ്റററി റിവൈവലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത്തരം തീമുകളിൽ എഴുതിയിരുന്ന ഇത്തരം ആശയങ്ങളെ കൂടുതലായിട്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കവികൾ ആരെല്ലാമാണ് എന്നാണ്. ആദ്യം പറയുന്നത് W.B. Yeatsനെ കുറിച്ചാണ്. ദ സെൻട്രൽ ഫിഗർ ഓഫ് ദ റിവൈവൽ, Yeats is regarded as one of the Ireland's greatest poets. His work blends Irish mythology and mysticism with political themes. അതായത് നവോത്ഥാനത്തിൻ്റെ കേന്ദ്ര വ്യക്തിത്വമാണ് W.B. Yeats. അപ്പോൾ അദ്ദേഹം അയർലാൻഡിലെ ഏറ്റവും മഹാനായ ഒരു കവികളിൽ ഒരാളായിരുന്നു. അതുമാത്രമല്ല ഐറിഷ് പുരാണങ്ങളെയും അതുപോലെ അതിലുള്ള നിഗൂഢതകളെയും പൊളിറ്റിക്കൽ ഇഷ്യൂസും പൊളിറ്റിക്കൽ അങ്ങനത്തെ തീംസുകളും എല്ലാം അദ്ദേഹം ചേർത്തിണക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ അദ്ദേഹം എഴുതിയിരുന്നത്. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള പോയിംസാണ് ദ ലേക്ക് ഐൽ ഓഫ് ഇനിസ്ഫ്രീ, ഈസ്റ്റേൺ 96, ദ സെക്കൻഡ് കമ്മിങ് പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ഒത്തിരി കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവിതകളെല്ലാം ഐറിഷ് സാഹിത്യ നവോത്ഥാനത്തിൻ്റെ പ്രതീകങ്ങളായി മാറിയതാണ്. മാത്രമല്ല ഐറിഷ് ഹിസ്റ്ററിയെയും ഐറിഷ് ഐഡൻറ്റിറ്റിയെയും ഒക്കെ കുറിച്ചുള്ള ഒരുപാട് നല്ല ഭംഗിയുള്ള ആഴത്തിൽ അർത്ഥം ഉൾക്കൊള്ളുന്നതും ആഴത്തിൽ അർത്ഥങ്ങൾ എഴുതുമായിട്ടുള്ള കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ മിക്ക കളക്ഷനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു പോയറ്റാണ് സീമസ് ഹെനെ. ഹി ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ദി റിവൈവൽസ് ലെഗസി. 20th സെഞ്ച്വറിയുടെ
ഒരു സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹം ഒരു ഫേമസ് പോയിറ്റായിട്ട് വളർന്നു വന്നിട്ടുള്ളതെങ്കിലും നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം കണ്ടിന്യൂ ചെയ്തിട്ടുള്ള, തുടർന്ന് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. സോ ഹിസ് പോയിട്രി ഹാസ് എ സ്ട്രോങ് കണക്ഷൻ ടു ദി ഐറിഷ് ലാൻഡ്സ്കേപ്പ് ആൻഡ് റൂറൽ ലൈഫ്. ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ എന്ന് പറയുന്നത് ഐറിഷ് ഭൂപ്രകൃതി, അതുപോലെ ഗ്രാമീണ ജീവിതങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിലുള്ള അർത്ഥമുള്ള കവിതകളായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഹി എക്സ്പ്ലോർസ് മെമ്മറി, ഐഡൻറ്റിറ്റി ആൻഡ് ദ ടെൻഷൻ ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. അതായത് മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു. അതുപോലൊരു ഗാനാത്മകമായിട്ടുള്ള ഒരു ശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ചില ഓർമ്മകൾ, അതുപോലെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് അവ തമ്മിലുള്ള ഒരു കോംപ്ലെക്സിറ്റീസ്, അതുപോലെ തന്നെ ഐറിഷ് കവിതയെ വളരെയധികം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ ഈ ആധുനിക ഐറിഷ് കവിതകളെ ഒരുപാട് സ്വാധീനിക്കാൻ തക്കവണ്ണം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിൽ. അത് കോൺട്രിബ്യൂട്ടേഴ്സ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ W.B. Yeatsഉം അതുപോലെ സീമസ് ഹെന്നെ, കൂടാതെ ലേഡി അഗസ്റ്റ ഗ്രിഗറി, പെഡ്രെ കോളം ആൻഡ് തോമസ് മാക്ഡോണ ഓൾസോ പ്ലേഡ് ഇമ്പോർട്ടൻറ്റ് റോൾസ്. ത്രൂ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ദേ സെലിബ്രേറ്റഡ് ഐറിഷ് കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ലാംഗ്വേജ്. ഇപ്പോൾ ഓരോ കവികൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടാകും, അവരുടേതായ ആശയങ്ങളുണ്ടായിരിക്കും കൊണ്ടുവരാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓരോ മാറ്റങ്ങളും ഓരോ കവികളിലും കവിതകളും നമ്മൾ കണ്ടിട്ടുണ്ട്. their poems dealt with the struggles of the Irish people as well as the beauty of Ireland. അതുകൊണ്ട് തന്നെ അവരുടെ കവിതകളിലെല്ലാം ഐറിഷ് ജനതയുടെ പോരാട്ടങ്ങളും അതുപോലെ അയർലാൻഡിൻ്റെ സൗന്ദര്യവും ഒക്കെ അവരുടെ കവിതകളിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഐറിഷ് ഭാഷയിലും അതുപോലെ പരമ്പരാഗതമായ സാഹിത്യ രൂപങ്ങളിലും ഒക്കെ ഒരുപാട് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമല്ല ഈ നവോത്ഥാനം ചെയ്തിട്ടുള്ളത്. വേറെയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി സ്വാധീനിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ആദ്യം പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ഐറിഷ് പോയട്രി ആസ് എ റെസ്പെക്റ്റഡ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ജോൺറ. ഐറിഷ് കവിതയെ ഒരു വളരെ പ്രധാനപ്പെട്ടതും എല്ലാവരും അംഗീകരിക്കുന്നതുമായിട്ടുള്ള ഒരു വിഭാഗമാക്കിയിട്ട് മാറ്റാൻ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവ് ഐറിഷ് പോയറ്റ്സ് എ പ്ലാറ്റ്ഫോം ടു എക്സ്പ്രസ് എ യുണീക്ക് ഐറിഷ് വോയിസ്. ഐറിഷ് കവികൾക്ക്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ കവികൾക്കെല്ലാം അവരുടെ തനതായ ഒരു ശബ്ദം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഐറിഷ് ലിറ്റററി റിവൈവലിനെ കുറിച്ചാണ്. ഐറിഷ് ഭാഷ, ഐറിഷ് കവിതകൾ, അവരുടെ ഐഡൻറ്റിറ്റി എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഒരു സാഹിത്യ നവോത്ഥാനമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ഐറിഷ് ലിറ്റററി റിവൈവൽ എന്ന് പറയുന്നത് ഐറിഷ് പോയട്രിയെ അതിൻ്റേതായ രീതിയിൽ ബഹുമാനിക്കപ്പെടുന്ന, മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്ന ഒരു ലെവലിലേക്ക് ഉയർത്തി. അതേപോലെ തന്നെ ഐറിഷ് കവികൾക്ക് അവരുടെ തനതായ ശബ്ദം, അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനൊരു വേദിയാക്കി മാറ്റി. അത് മാത്രമല്ല ആധുനിക സമകാലിക ഐറിഷ് കവിതയ്ക്ക് ഒരു വഴി തെളിയിച്ചത് കൂടി ഇതായിരുന്നു. അത് ഇന്നും അതേപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഷ കൊണ്ടാണെങ്കിലും ആശയങ്ങൾ കൊണ്ടാണെങ്കിലും അവരുടെ രീതികൾ കൊണ്ടാണെങ്കിലും എല്ലാം ഐറിഷ് ഭാഷയും ഐറിഷ് ആധുനിക സമകാലിക ഐറിഷ് കവിതയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതും ഈ ഐറിഷ് ലിറ്റററി റിവൈവലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒന്നാണ്. ചുരുക്കത്തിൽ സാഹിത്യത്തെ രാഷ്ട്രീയവുമായി കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്തുകൊണ്ടാണ് സാഹിത്യത്തെ രാഷ്ട്രീയമായി കൂട്ടിയിണക്കി എന്ന് പറയുന്നത്? ഐറിഷുകാർക്ക് അയർലാൻഡിന് ബ്രിട്ടീഷിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നേടണം എന്നുള്ള ഒരു അങ്ങനെ ഒരു ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുവേണ്ടി അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ദേശീയത അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ആഗ്രഹങ്ങളെല്ലാം അവർ കവിതകളിലൂടെ വലിയ രീതിയിൽ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് കവിതയിലൂടെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹിത്യത്തെ രാഷ്ട്രീയമായി കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഈ ഐറിഷ് സാഹിത്യ നവോത്ഥാനം എന്ന് പറയുന്നത്. അയർലൻഡിൻ്റെ പുരാണങ്ങളും ഭാഷയും ശബ്ദവും ഒക്കെ വീണ്ടെടുക്കാൻ ഇത് സഹായിക്കുകയും അങ്ങനെ ലോക സാഹിത്യത്തിൽ അവരുടേതായിട്ടുള്ളൊരു മുദ്ര പതിപ്പിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്നത് നമ്മൾ നേരത്തെ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട കവികൾ എന്ന് പറഞ്ഞു. അതിനകത്ത് തന്നെ നമ്മൾ W.B. Yeatsനെ കുറിച്ചും സീമസ് ഹെന്നെയെക്കുറിച്ചും നമ്മൾ ഷോർട്ടാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ W.B. Yeats ആൻഡ് ദ ഐറിഷ് ലിറ്റററി റിവൈവൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ W.B. Yeatsനെ അടുത്ത് മാത്രം കുറച്ചധികം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം പറയുന്നത് W.B. Yeatsനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐറിഷ് ലിറ്റററി റിവൈവൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എന്തായിരുന്നു എന്നുള്ളതാണ്.
William Butler Yeats was the central figure of the Irish literary revival. He was not only one of Ireland's greatest poets but also a cultural leader who helped to redefine Irish literature and national identity. ഐറിഷ് സാഹിത്യ നവോത്ഥാനത്തിൻ്റെ ഒരു കേന്ദ്ര വ്യക്തിത്വമാണ് ഡബ്ല്യു ബി യേറ്റ്സ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അയർലൻഡിലെ ഏറ്റവും മഹാനായ കവികളിൽ ഒരാൾ മാത്രമല്ല, ഐറിഷ് സാഹിത്യത്തെയും അവരുടെ സംസ്കാരത്തെയും ഒക്കെ പുനർനിർമ്മിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ ഐറിഷ് പോയട്രിക്ക് ഒരു ഐറിഷ്നെസ്, അതായത് ഐറിഷ് അവരുടെ സ്വഭാവവും അവരുടെ രീതികളും എല്ലാം ഇങ്ങനെയാണ് എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് മിക്കപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയാണ്. അദ്ദേഹം ഐറിഷ് മിത്തോളജി, ഫോക്ക് ലോർ, കൾച്ചറൽ ഹെറിറ്റേജ് അങ്ങനെ എല്ലാം ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം കവിത എഴുതുന്നത്. അതുമാത്രമല്ല പുരാതന കെൽറ്റിക് ഐതിഹ്യങ്ങളും പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ച് അയർലൻഡിൻ്റെ പുരാതന ഭൂതകാലവുമായിട്ട് അദ്ദേഹം ബന്ധിപ്പിച്ചു. അതായത് പഴയ കാലങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ കൊണ്ടുവന്നു. അതിനുവേണ്ടി അദ്ദേഹം ഈ ഐറിഷ് മിത്തോളജി, ഫോക്ക് ലോർ, കൾച്ചർ ഹെറിറ്റേജ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അതിലൂടെ ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് പഴയ കാലത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കവിതയിലൂടെ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഹി കണക്റ്റഡ് മോഡേൺ ഐറിഷ് പോയട്രി to Ireland's ancient past. So this made his work both uniquely Irish and universally meaningful. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ സവിശേഷമായ ഒരു ഐറിഷ് സ്വഭാവമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായ രീതിയിലൊരു പ്രസക്തി നേടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഐറിഷ് നാഷണലിസം ആൻഡ് പൊളിറ്റിക്സ്. ഇവിടെ ഡബ്ല്യു ബി യേറ്റ്സിൻ്റെ സ്വാധീനം എന്തായിരുന്നു എന്നാണ് പറയുന്നത്. Yeats' poetry reflected the political climate of his time. A growing desire for independence from British rule, he engaged directly with Irish nationalism. അതായത് ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ളൊരു ആഗ്രഹം വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡബ്ല്യു ബി യേറ്റ്സിൻ്റെ കവിതകൾ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അദ്ദേഹം ഐറിഷ് ദേശീയതയുമായിട്ട് അദ്ദേഹത്തിൻ്റെ കവിതകളെ കൂട്ടിയിണക്കാൻ വേണ്ടി ശ്രമിച്ചു. അതായത് ആശയങ്ങൾ കൂടുതലും അദ്ദേഹത്തിൻ്റെ മിക്ക കവിതകളിലും ഈ ഒരു ആഗ്രഹം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ആശയങ്ങൾ കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈസ്റ്റേൺ ആൻഡ് സിക്സീസ് പോലെയുള്ള കവിതകൾ. അപ്പോൾ അത്തരം കവിതകൾ ഐറിഷ് സ്വാതന്ത്ര്യ സമരത്തിന് കുറച്ചും കൂടിയും ഊർജ്ജം നൽകുന്ന കവിതകളായിരുന്നു. മാത്രമല്ല അവരുടെ ഈ ഒരു ത്യാഗത്തിനെ ആദരിക്കുക, അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെ വിലയെക്കുറിച്ചിട്ട് ജനങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള പ്രേരിപ്പിക്കുന്ന കവിതകൾ അദ്ദേഹം കൂടുതൽ കൊണ്ടുവന്നു. ഈ കവിതകളെല്ലാം അന്നത്തെ ഐറിഷ് ജനതയെ വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പോയറ്റിക് സ്റ്റൈൽ. ഇദ്ദേഹത്തിൻ്റെ കവിതയുടെ രീതികൾ എങ്ങനെയാണ്? His poetry is known for its lyrical beauty, musicality, and careful attention to rhythm, meter, and rhyme. He combined this formal skill with evocative language and vivid imagery. അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം സംഗീതാത്മകമായ വരികളായിരുന്നു. അതുപോലെ താളമാണെങ്കിലും മീറ്റർ ആണെങ്കിലും അതിൻ്റെ റൈമാണെങ്കിലും എല്ലാത്തിലും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭാഷയാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ ഇമേജറി ചിത്രീകരണങ്ങളാണെങ്കിലും ഒക്കെ വളരെയധികം ജനങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയത് കണക്റ്റഡ് ആവുമായിരുന്നു. അവരെന്താണോ ചിന്തിക്കുന്നത് ഐറിഷ് ജനതയുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ പോയിരുന്നത്. ഹിസ് യൂസ് ഓഫ് മിത്ത് ആൻഡ് സിംബോളിസം allowed him to explore universal themes of love, aging, history and spirituality. മാത്രമല്ല ഇങ്ങനെ പുരാണങ്ങളെ അതുപോലെ തന്നെ അങ്ങനെ പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം അതിൻ്റെയൊക്കെ കൂടെ പ്രണയം, വാർദ്ധക്യം, ചരിത്രം, ആത്മീയത തുടങ്ങിയ എല്ലാ വിഷയങ്ങളും അദ്ദേഹം നന്നായി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് കൾച്ചറൽ ലീഡർഷിപ്പ്. എഴുത്തിനപ്പുറം ഐറിഷ് സാംസ്കാരിക സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒരു എക്സാമ്പിളാണ് ഐറിഷ് ലിറ്റററി തിയേറ്റർ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് പിന്നീട് ആബേ തിയേറ്ററായി മാറിയത്. ദെൻ ഇറ്റ് ബിക്കെയിം ദി മെയിൻ സ്റ്റേജ് ഫോർ ഐറിഷ് പ്ലേസ് ആൻഡ് പ്ലേ റൈറ്റ്സ്. ആ ഒരു ആബേ തിയേറ്ററാണ് പിന്നീട് ആ ഒരു കാലഘട്ടത്തിൽ ഐറിഷ് പ്ലേസും അതുപോലെ പ്ലേ റൈറ്റ്സിനൊക്കെ ഉയർന്നു വരാൻ തക്കതായ ഒരു കാരണമായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പങ്കാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സമയൻ പോലെയുള്ള സാഹിത്യ ജേണലുകൾ പ്രസിദ്ധീകരിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഐറിഷ് എഴുത്തുകാർക്ക് അവരുടെ സൃഷ്ടികൾ അവതരിപ്പിക്കാനുള്ളൊരു
വഴിയായി മാറി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഐറിഷ് ലിറ്റററി തിയേറ്റർ അത് പിന്നീട് ആബേ തിയേറ്ററായി മാറി. അതിനകത്ത് ആ സമയത്ത് ഒരുപാട് ഐറിഷ് പ്ലേ റൈറ്റ്സിന് അവരുടെ പ്ലേകൾ പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയത് അതിലൂടെയാണ്. അതേപോലെ തന്നെയാണ് സെമീൻ പോലെയുള്ള ലിറ്റററി ജേണൽ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതുവഴി ഒരുപാട് ആളുകൾക്ക് അവിടെ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാർക്കും അല്ലാത്തവർക്കും ഒക്കെ അവരുടെ ആശയങ്ങൾ അതിലൂടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു നേതൃത്വം കൂടി WB ഈറ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈറ്റ്സ് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഈ സ്വാധീനം നീണ്ടു നിന്നിരുന്നു. അതായത് എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ സമീപനം ഈ സാഹിത്യത്തിൽ മാത്രമല്ല, സാംസ്കാരികമായ രീതിയിലാണെങ്കിലും രാഷ്ട്രീയമായ രീതിയിലാണെങ്കിലും ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായ ബോധത്തോടു കൂടിയാണ് അദ്ദേഹം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധുനിക സമകാലിക ഐറിഷ് സാഹിത്യത്തിന് ഒരു വഴിയൊരുക്കിയത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സമീപനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് വന്നിട്ടുള്ള റൈറ്റേഴ്സ്, അതായത് പോയറ്റായിട്ടുള്ള സീമസ് ഹെനെ പോലെയുള്ള കവികളെല്ലാം ഇദ്ദേഹത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ ഹി കണ്ടിന്യൂ ടു എക്സ്പ്ലോർ തീംസ് ഓഫ് ഐറിഷ് ഐഡൻറ്റിറ്റി, മിത്തോളജി ആൻഡ് ഹെറിറ്റേജ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഐറിഷ് ഐഡൻറ്റിറ്റിയും സാംസ്കാരിക പൈതൃകങ്ങളും പ്രമേയമൊക്കെ വീണ്ടും ഉയർന്നു വരാൻ തക്കതായ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഈറ്റ്സ് പോയിട്ടുള്ളത്. ചുരുക്കത്തിൽ കവിത കൊണ്ടാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും ഒക്കെ അയർലാൻഡിന് അതിൻ്റെ ശബ്ദം വീണ്ടെടുക്കാൻ സഹായിച്ച കവിയും ഒരു രാഷ്ട്ര നിർമ്മാതാവും തന്നെയാണ് WB ഈറ്റ്സ്. അദ്ദേഹം ഐറിഷ് സാഹിത്യത്തിന് ലോക സാഹിത്യത്തിൽ വളരെയധികം അഭിമാനകരമായിട്ടുള്ള ഒരു സ്ഥാനം നേടിക്കൊടുക്കാൻ അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഐറിഷ് ലിറ്റററി റിവൈവൽ, അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാർ ആരെല്ലാമാണ്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് വന്നിട്ടുള്ളത്, പിന്നെ WB ഈറ്റ്സ് ഐറിഷ് ലിറ്റററി റിവൈവലിൻ്റെ സ്വാധീനം എന്തായിരുന്നു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ് വരുന്ന സമയത്ത്, അതായത് ലിറ്ററേച്ചറിലേക്ക് വരുന്ന സമയത്ത് WB ഈറ്റ്സിൻ്റെ പോയംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ പോയങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ എഴുതേണ്ട ഒരു ഭാഗമാണ് ഈ യൂണിറ്റിൽ വരുന്നത്. അതായത് ഇപ്പോൾ ഈസ്റ്റേൺ ആൻറ്റി സിക്സി എന്ന് പറയുന്ന പോയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഈസ്റ്റേൺ ആൻറ്റി സിക്സി പോയം എഴുതുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം എഴുതേണ്ടത് ഐറിഷ് ലിറ്റററി റിവൈവലിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ WB ഈറ്റ്സിൽ അതിനുള്ള സ്വാധീനം, ഇത് രണ്ടും നമ്മൾ ഇൻട്രൊഡക്ഷനായി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈസ്റ്റേൺ ആൻറ്റി സിക്സ്റ്റി പോയം നമ്മൾ എഴുതുക. അപ്പോൾ ഈസ്റ്റേൺ ആൻറ്റി സിക്സ്റ്റി പഠിക്കുന്ന സമയത്ത് ഇതുമായി കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. നെക്സ്റ്റ് ഒരു ക്ലാസ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഈസ്റ്റേൺ ആൻറ്റി സിക്സ്റ്റി നമ്മൾ എടുക്കും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ മുന്നേ ആയിട്ട് ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് എഴുതുക. താങ്ക് യു സോ മച്ച്.